വായില്ലേ? വാങ്ങിട്ട് അങ്ങ് ആരാണ്? ഇയാൾ എന്തിനാണ് അങ്ങേ മുതലിക്കുന്നത്? ഞാൻ ധർമ്മദേവനാണ്. ഇത് ഭൂമിയെ ദേവിയും കടുപുരുഷനാണ് ഞങ്ങളെ ആക്രമിച്ചത്. അമ്മേ, അവിടുന്ന് എന്തിനാണ് ഭയപ്പെടുന്നത്? ഇവിടെ ഞാൻ പരാജിതരാകുന്നു. നിങ്ങളുടെ ഭയത്തെ തീർത്തു തരേണ്ടത് നമ്മുടെ കടമയാണ്. പാണ്ഡവ കുലത്തിൽ ജനിച്ച അങ്ങ് ദുഃഖിക്കുന്നവർക്ക് അഭയം നൽകുന്ന വാക്കുകൾ പറഞ്ഞത് ഉചിതമാണ്. ധർമ്മം നാലുകാലിലാണ് നിൽക്കുന്നത്. സത്യം, തപസ്, ശൗചം, ദയ. ഇക്കാലത്ത് ധർമ്മത്തെ നിലനിർത്താൻ ഞാൻ ബുദ്ധിമുട്ടുന്നു. കണ്ടോ, ഞാൻ ഒറ്റക്കാലിലാണ് നിൽക്കുന്നത്. അങ്ങയുടെ 3 കാലുകൾ തപസ്, ശൗചം, ദയ എന്നീ ഗുണങ്ങൾ ഇല്ലാതാക്കപ്പെട്ടു. അവശേഷിക്കുന്നത് സത്യം മാത്രമാണ്. പക്ഷേ അസത്യത്തിലൂടെ ധർമ്മം ഇല്ലാതാക്കാനുള്ള ശ്രമം തുടരുകയാണ്. ധർമ്മത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന കലിയെ നാം ഹിംസിക്കാൻ പോവുകയാണ്. ശരണം പ്രാപിക്കുന്നവരെ കൊണ്ട് പിതാമഹനായ അർജുനന്റെ കീർത്തിക്ക് കളങ്കം വരുത്തുവാൻ നാം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഈ ദേശം വിട്ട് നീ ഇപ്പോൾ തന്നെ യാത്രയാകുക. മഹാരാജാവേ, ഞാനിരിക്കേണ്ട സ്ഥലം കൽപ്പിച്ചാലും നിനക്ക് വാസസ്ഥാനമായി ചൂട്, മദ്യം, ഹിംസ, കാമം എന്നിവ കൽപ്പിച്ചു തരുന്നു. പ്രഭു, സന്തോഷമായി. ഞാൻ പോകുന്നു. പ്രഭു, എനിക്ക് വസിക്കാൻ ഒരിടം കൂടി കൽപ്പിച്ചു തരണം. അങ്ങനെയാണെങ്കിൽ ധനത്തെ നിന്റെ ഇരിപ്പിടമായി സ്വീകരിക്കുക. മഹാരാജാവ് നീനാൾ വാഴട്ടെ. എന്നെ നശിപ്പിച്ചു എന്നോർത്ത് നീ സന്തോഷമായിരുന്നോളൂ. പക്ഷേ ഞാൻ ഈ ഭൂമിയിൽ ആധിപത്യം സ്ഥാപിക്കും. ധർമ്മത്തിന്റെ ഇരിപ്പിടമായ ശ്രീകൃഷ്ണൻ അന്തർദാനം ചെയ്തു കഴിഞ്ഞു. ഇനി എന്റെ യുഗമാണ്, കലിയുഗം.